السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തറാവീഹിന് മുമ്പുള്ള ഈ ഒരു കുറഞ്ഞ സമയം കുറച്ച് ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഉണർത്തണമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്താണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പ്രദേശത്ത് തന്നെ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലങ്ങളിൽ അഭിരമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരിൽ നിന്നും നമുക്കൊക്കെ വലിയ അനുഗ്രഹമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു സംതൃപ്തി നമുക്ക് ഏവർക്കും ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഈ മഹത്തായ ഭവനത്തിൽ അതിന് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്വം എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനം എന്നുള്ളത് പോലെ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നതുപോലെ അവൻ നാളെ പരലോകത്ത് വെച്ച് എൻ്റെ അയൽവാസികൾ എവിടെ എന്നുകൊണ്ട് വിളിക്കുന്ന ആളുകളാണ് പള്ളിയിൽ വരുന്ന, പള്ളിയുമായി ബന്ധം പുലർത്തുന്ന ആളുകൾ എന്നൊക്കെയും നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ കഴിയും. അപ്രകാരം തന്നെ സിറാത്ത് പാലം നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് വെച്ച് എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ് സിറാത്ത് പാലം എന്നുള്ളത്. അത് വളരെ വേഗത്തിൽ കടക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് പള്ളിയുമായി കൊണ്ടുള്ള ബന്ധമുള്ളത് എന്നുള്ളത്. അതേ പ്രകാരം തന്നെ നാളെ എല്ലാവരും ചൂട് കണ്ട് പ്രയാസപ്പെടുന്ന, സൂര്യൻ്റെ വെയിലേറ്റ് ബുദ്ധിമുട്ടുന്ന സമയത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ പെട്ട ആളുകളാണ് അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്നുള്ളതും നമ്മളൊക്കെ ഹദീസുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരു മഹത്വം നമുക്ക് പള്ളിയുമായി കൊണ്ട് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി വരുന്ന ഭവനം എന്നുള്ള നിലക്ക് തന്നെ അതിൻ്റെ ഒരു മഹത്വം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ട് പ്രവേശിക്കുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും അതുമാത്രവുമല്ല നമ്മളൊക്കെ അംഗശുദ്ധീകരണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും ഫ്രഷ് ആയിക്കൊണ്ടാണ് ഈ പള്ളിയിൽ പ്രവേശിക്കുന്നത്. അപ്പം അതിൻ്റെ മഹത്വമാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആ മഹത്വം നമ്മൾ അത് ഇവിടെ നിന്ന് പോകുന്നത് വരെ ആ മഹത്വം നിലനിർത്തേണ്ടതുണ്ട് എന്നതുകൂടി സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ പള്ളിയിൽ വന്ന് നമ്മുടെ സംസാരവും നമ്മുടെ ഇടപഴകലുമൊക്കെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഭവനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 114 വചനത്തിൽ കാണാൻ കഴിയും. അതിന് തടസ്സമുണ്ടാക്കുന്ന, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ, പള്ളികളിൽ അവൻ്റെ നാമം പ്രകീർത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നവരെ, അതേപോലെ തന്നെ അവരുടെ അള്ളാഹുവിൻ്റെ പള്ളികളുടെ തകർച്ചയ്ക്കായി ശ്രമിക്കുന്നവരെക്കാളും വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നത് കാണാൻ കഴിയും. അവർക്ക് ഇഹലോകത്തും നിന്ദതയാണ്, പരലോകത്ത് കഠിന ശിക്ഷയുമാണ്. അപ്പോൾ അത്തരമൊരു പ്രയാസം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ രൂപത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സംസാരം, അത് നമ്മുടെ ഫോണാകട്ടെ, അതല്ലെങ്കിൽ സംസാരമാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളാകട്ടെ, അത് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് അവരൊക്കെ വലിയ പ്രയാസങ്ങളും തൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു പറയുവാനും അത് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുവാൻ, അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിനാണ് പള്ളിയിൽ വരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയാൽ അതിൻ്റെ കുറ്റം നമുക്കായിരിക്കും ലഭിക്കുക എന്നുള്ളൊരു ബോധ്യം നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നതോ അല്ലെങ്കിൽ അതിൽ ശ്രദ്ധക്കുറവുണ്ടോ എന്നുള്ളതല്ല ഇതിൻ്റെ മർമ്മം. മറിച്ച് ഇത് വരുന്നില്ല എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് പള്ളിയുടെ ആദരവിൻ്റെ ഭാഗമാണ് നമ്മുടെ വൃത്തി എന്നുള്ളതും, പള്ളിയുടെ വൃത്തി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലെ എപ്പോഴും വൃത്തിയാക്കിയിരുന്ന, മദീന പള്ളിയെ വൃത്തിയാക്കിയിരുന്ന വനിതയെ കാണാതായപ്പോൾ ചോദിക്കുകയും അപ്പോൾ അവർ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഖബറിൽ പോയി അവർക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തൊരു ചരിത്രം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് അതിൻ്റെ മഹത്വമാണ്. പള്ളി വൃത്തിയാക്കിയിരുന്ന സ്ത്രീക്ക് പ്രവാചകൻ നൽകിയിരുന്ന മഹത്വമാണ്. അപ്പോൾ നമ്മളും പള്ളിയിൽ ഇവിടെ കാണുന്ന എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതാണ്, ഒരു മാലിന്യം പള്ളിയിലെന്നല്ല, ഏത് ഒരു ചെറിയ വഴിയിലുള്ള ഒരു മാലിന്യം നമ്മൾ മാറ്റിയാൽ
അതിന് പ്രതിഫലം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന പഠിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ പള്ളിയിലും മറിച്ച് നമ്മുടെ ഈ സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന മ്ലേച്ഛതകൾ, അതുപോലെ തന്നെ വഴിയിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നുള്ളതും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ നമ്മുടെ റമദാനിൽ പ്രത്യേകിച്ച് അൽഹംദുലില്ലാ നമ്മുടെ എല്ലാ ദിവസങ്ങളും നോമ്പ് തുറ കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മാലിന്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അൽഹംദുലില്ലാ നമ്മുടെ മുതിർന്നവരും കുട്ടികളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി ഇവിടെ നിന്നും അത് മാറ്റി കൃത്യമായിട്ട് അത് വൃത്തിയാക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ എന്നിട്ടും ചില മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് വെള്ളക്കുപ്പികൾ പോലുള്ളതൊക്കെ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ ഇട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് ശ്രദ്ധിക്കാതെ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാകുക. അതും നമ്മുടെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വൃത്തി എന്നുള്ളത്. നമ്മുടെ പള്ളി ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ വെള്ളക്കുപ്പി ആകട്ടെ മറ്റെന്തുമാകട്ടെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൃത്യമായ സ്ഥാനത്ത് തന്നെ ഇടണമെന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മാലിന്യം നീക്കുന്നത് നന്മയാണ്, കൂലിയാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം കൂടി ഈ ഒരു സമയത്ത് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ പള്ളിയുടെ മുകളിൽ പോലും, ഈ വാർപ്പിൻ്റെ മുകളിൽ പോലും വെള്ളക്കുപ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ തമാശക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കാം, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതൊക്കെ ചെയ്തത്. അതൊക്കെ നമുക്ക് കുറ്റം കിട്ടുന്ന കാര്യമായിക്കൊണ്ടാണ് മാറുക. അതൊക്കെ ഒരു ഉപദ്രവം ചെയ്യുക എന്നതിലുപരി ഉപകാരം ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അതുകൂടി ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് മാതൃക ആവേണ്ട ആളുകളാണ് നമ്മൾ. നമ്മളാണ് എങ്ങനെയാണ് ഒരു പരിപാലിക്കേണ്ട രൂപം, എങ്ങനെയാണ് സമൂഹത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ, അത് വൃത്തിയുടെ കാര്യത്തിലാകട്ടെ മറ്റ് സമൂഹത്തിലുള്ള ഇടപെടലുകളാകട്ടെ എല്ലാം എങ്ങനെയാണ് എന്ന് കാണിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മുടെ വീട്ടിലായാലും, ഇപ്പോൾ മാലിന്യത്തിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ വീട്ടിലായാലും ശരി, നമ്മൾ മറ്റുള്ള ഇടപഴകുന്ന ഏത് സ്ഥലങ്ങളിലായാലും ശരി, അതൊക്കെ അതാത് അതിൻ്റെ സ്ഥലത്ത്, അതൊരു മിഠായി കടലാസ് ആണെങ്കിൽ പോലും അത് അതിൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടുന്ന ഒരു ശീലം നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകണമെന്നും ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അത് പ്രകാരം തന്നെ കുട്ടികൾ കൂടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റോഡ് നമ്മുടെ വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഓടിപ്പായുന്ന സ്ഥലമാണ് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള റോഡ് എന്നുള്ളത്. കുട്ടികളൊക്കെ പലപ്പോഴും ഓടിക്കളിക്കുന്നു എന്നുള്ളതും നമ്മളൊക്കെ ക്യാമറയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതും പ്രത്യേകം രക്ഷിതാക്കൾ ഓരോരുത്തരും, കുട്ടികളുമായി വരുന്നവർ ഓരോരുത്തരും ഒരു പ്രത്യേക ശ്രദ്ധ വരുത്തുക. കുട്ടികൾ നിസ്കരിക്കുന്നുണ്ട് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ കുട്ടികളാണ്, കുറച്ചൊക്കെ കളികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അച്ചടക്കത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതും, അതേ പ്രകാരം തന്നെ റോഡിലേക്ക് അവർ കടക്കുന്നില്ല എന്നുള്ളതുകൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഈ റമദാനിൻ്റെ ഈ പുണ്യവേളകൾ ഏറ്റവും ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും പള്ളിയിൽ എത്തിയിട്ട് പോലും മുഴുവൻ കൂലി ലഭിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ നിസ്കാരം തുടങ്ങിയത് മുതൽ, ഈ തറാവിഹ് ഇമാമ് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ നിസ്കരിച്ചാൽ ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ അതുപോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ പ്രകാരം തന്നെ ഖിയാമുൽ ലൈലിൻ്റെ കാര്യം, നമ്മൾ ചില ആളുകൾ വിത്തർ കഴിഞ്ഞ് 8 റക്അത്ത് കഴിഞ്ഞ് പിന്നെ വിത്തർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുക. ഈ പൂർണ്ണമായിക്കൊണ്ടും ഇവിടെ നിസ്കരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനി അതല്ല, അവർക്ക് ഖിയാമുൽ ലൈൽ ആ സമയം എന്നുള്ളത് ഏറ്റവും നല്ല സമയമാണ്. രാത്രിയുടെ അർദ്ധയാമം ഏറ്റവും അവസാന ഘട്ടം എന്നുള്ളതും ഏറ്റവും മഹത്തമായ സമയമാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ 2 റക്അത്ത് ആയിക്കൊണ്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ കൂലി സൂചിപ്പിച്ചു വരുന്നത് ഇമാമിൻ്റെ കൂടെ മുഴുവൻ നിന്ന് ലഭിക്കുന്ന രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി നഷ്ടപ്പെടരുത് എന്നുള്ള രൂപത്തിൽ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് കൂടുതൽ അറിവും അതുപോലെ തന്നെ കൂടുതൽ അമലുകൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുവാനും അപ്രകാരം തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതേ പ്രകാരം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.